എൻ്റെ പേര് രേഷ്മ. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് സ്വദേശം. നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന മഹത്തായ അവസരം ലൈഫായി ഏറ്റെടുത്തുകൊണ്ട് കുറച്ച് മാസങ്ങളായി ഞാൻ ചെയ്തു വരുന്നു. ഒരു ബന്ധുവിന്റെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെയോ ക്ഷണം സ്വീകരിച്ച് ഇനി അവസരം എന്താണെന്ന് അറിയാനെത്തിയ എല്ലാവരെയും എന്റെയും ദി സ്കൈ കേസിന്റെ പേരിൽ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഏതൊരു നല്ല കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പും നമ്മൾ വിശ്വസിക്കുന്ന സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. ഈ ഒരു അവസരം കേൾക്കുന്നതിന് മുമ്പും 1 മിനിറ്റ് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു ഓൾ. നമുക്കറിയാം നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കൊറോണ അല്ലെങ്കിൽ COVID-19 എന്ന ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ പറ്റി. പലരുടെയും ജോലി ഇല്ലാതാവുകയും പലരുടെയും സാലറി നേർപകുതിയായി കുറയുകയും ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ ദയവായിട്ടാണ് നമുക്ക് ഈ ഒരു അവസരം നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി വരുന്നൊരു 30 മിനിറ്റ് നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും മാറ്റിവെച്ച് ഈ ഒരു അവസരം എന്താണെന്ന് കേൾക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഏതൊരവസരവും നമ്മളിലേക്ക് എത്തിക്കേണ്ടത് ആ മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയായിരിക്കണം. ഇന്ന് ചെങ്ങന്നൂരിന്റെ മണ്ണിൽ നിന്ന് അതിശക്തമായി ഈ ബിസിനസ് ഏറ്റെടുക്കുകയും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം അതിശക്തമായി തന്നെ ടീം ബിൽഡ് ചെയ്ത് വരികയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ, ഞങ്ങളുടെ എല്ലാം ഗ്രേറ്റ് ബ്രദറായിട്ടുള്ള ഗോപൻ സാർ ആണ് ഇനി അവസരം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഗോപൻ സാറിനെ വെൽക്കം ചെയ്യുന്നു. ഗോപൻ സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച് രേഷ്മ മാഡം. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. എന്റെ പേര് ഗോപൻ എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരാണ് സ്വദേശം. നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ സീരിയസ് ആയി തന്നെ പ്രവർത്തിച്ചു വരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഫാസ്റ്റായി മൂവ് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അനലോഗറ്റിക്കലി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഡിജിറ്റലിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും ഇന്ന് ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ വിജയിക്കുന്ന ബിസിനസ്സുകളെല്ലാം തന്നെ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ പട്ടികയിലേക്ക് Amazon.com പോലുള്ള ആപ്ലിക്കേഷൻ ഓണറാണ് ജെഫ് ബസോസും ഇന്ന് ഫേസ്ബുക്കിന്റെ ഓണറും ഒക്കെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായി എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ബിസിനസ് വളരെ ഫാസ്റ്റായി മൂവ് ചെയ്യുന്നത് ഡിജിറ്റൽ വേൾഡിൽ കൂടെയാണ്. ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ട്രഡീഷണലി ചെയ്യുന്ന പല ജോലികളും പല ബിസിനസ്സുകളും ഒക്കെ ചെയ്ത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോവിഡ് സിറ്റുവേഷൻ വന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി ചെയ്തിരുന്ന എല്ലാ ബിസിനസ്സുകളും എല്ലാ ജോലികളും വളരെ വേഗത്തിൽ തന്നെ താഴേക്ക് പോവുകയും, എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ബിസിനസ്സുകളാണ് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചത്. ഫിസിക്കലായിട്ടുള്ള ജോലികളും ബിസിനസ്സുകളും ചെയ്തിരുന്ന വ്യക്തികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ വരുമാനം പൊടുന്നതിനെ താഴേക്ക് പോയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചെലവുകളെല്ലാം തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. മനുഷ്യന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വരുമാനവും നമ്മുടെ ചെലവും തമ്മിൽ കൂട്ടിമുട്ടിക്കാനാണ് ഏറ്റവും വലിയ പാടുന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലവുകൾ കൂടുതലും വരുമാനം കുറവുമായി അനുഭവപ്പെട്ട കാലഘട്ടമായിരുന്നു ഈ കോവിഡ് കാലഘട്ടം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ചെയ്തിരുന്ന പല ജോലികളെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് മെഷീനുകൾ വരികയും ഈ COVID-19 പോലുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ മനുഷ്യൻ ഫിസിക്കലി ചെയ്യുന്ന ജോലികളൊക്കെ തന്നെ ഇല്ലാണ്ടാവുകയും ചെയ്തു. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യക്തികൾക്ക് ഈ കോവിഡ് സിറ്റുവേഷനിൽ ജോലി നഷ്ടമായി. എത്രയോ വ്യക്തികളുടെ ബിസിനസ്സുകൾ ഡൗൺ ആയി. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായി എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടോ ഒരു ഇന്റർനെറ്റിന്റെ സഹായം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കും വരുമാനം നേടാൻ പറ്റുന്ന, ജീവിതത്തിൽ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ബന്ധുവോ ഒരു സുഹൃത്തോ നിങ്ങളെ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരിക്കൽ കൂടി നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, ഈ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിന്റെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാ കാലഘട്ടത്തിനും കാലഘട്ടത്തിൻ്റെതായ തൊഴിലുകളും ബിസിനസ്സുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ വ്യക്തികളാണോ ഈ കാലഘട്ടത്തിനനുസരിച്ച് അവന്റെ തൊഴിലിനെ മാറ്റിപ്പണിയാൻ തയ്യാറായത്, ആ വ്യക്തികളായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയത്. മനുഷ്യൻ ഒരു കാലത്ത് കാർഷിക മേഖല അല്ലെങ്കിൽ കൃഷിയെ മാത്രം ആശ്രയിച്ച്, സ്വന്തം മസിൽ പവറിനെ മാത്രം ആശ്രയിച്ച് കൃഷിയിലൂടെ വരുമാനം ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ നിന്നും വളരെ ഫാസ്റ്റായി തന്നെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആവി എഞ്ചിനുകൾ കടന്നു വന്നു. ഈ ആവി എഞ്ചിനുകൾ കടന്നു വരാനുള്ള പ്രധാന കാരണം എന്നുള്ളത് മനുഷ്യന്റെ ചിന്തകൾ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ചിന്തയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പറയുന്ന പോലെ തന്നെ എങ്ങനെ മനുഷ്യന്റെ എഫോർട്ടിനെ കുറയ്ക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആവി എഞ്ചിനുകൾ അല്ലെങ്കിൽ മെഷീനുകൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. മെഷീനുകൾ കടന്നു വന്നതോടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ മാറ്റം എന്നുള്ളത് 25% വരുന്ന മനുഷ്യന്റെ മസിൽ പവറിനെ മെഷീനുകൾ റീപ്ലേസ് ചെയ്യുകയും 25% മെഷീനുകളും 75% മനുഷ്യരും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ലോകമായിരുന്നു ആ ഒരു കാലഘട്ടം. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആവി എഞ്ചിനുകൾ പിന്നീട് ലോകത്തിൽ ഇല്ലാണ്ടാകുകയും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുകയും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മോട്ടോറുകളും മെഷീനുകളും ഒക്കെ കടന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ ആവി എഞ്ചിനേക്കാൾ വളരെ എഫിഷ്യന്റ് ആയ വളരെ സ്പീഡായിട്ടുള്ള മോട്ടോറുകൾ, വൈദ്യുത മോട്ടോറുകളും മറ്റും കടന്നു വന്നതോടുകൂടി തന്നെ മനുഷ്യന്റെ എഫോർട്ടിനെ അത് 50% കുറച്ചു. ഏതൊക്കെ വ്യക്തിയാണോ സ്റ്റീം എഞ്ചിനുകളിൽ നിന്നും മാറി ഇലക്ട്രിസിറ്റിയിലേക്ക് ചേക്കേറിയത്, ആ വ്യക്തികളായിരുന്നു ആ കാലഘട്ടത്തിൽ വലിയ ഇൻഡസ്ട്രികളൊക്കെ നിർമ്മിച്ചും വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ പ്ലാന്റുകൾ നിർമ്മിച്ചും വൈദ്യുതിയുടെ സഹായത്തോടുകൂടി വലിയ രീതിയിൽ കോടീശ്വരന്മാരായി മാറിയത്.
ആ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഹെൻറി ഫോർഡിനെ പോലുള്ള വ്യക്തികൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയതും $1 ബില്യൺ അതായത് 1,000 കോടി 100 കോടി $, ഇന്നത്തെ ഏകദേശം 7,500 കോടിയോളം രൂപ സ്വന്തം ആസ്തിയിലേക്ക് കൊണ്ടുവന്ന ഒരു കാലഘട്ടമായിരുന്നു ഹെൻറി ഫോർഡിനെ പോലുള്ള വലിയ വ്യക്തികൾ വലിയ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ചെയ്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കി. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് യുഗത്തിലേക്ക് മനുഷ്യന്റെ ജീവിതം മാറി. ആ ഇലക്ട്രോണിക്സ് യുഗത്തിന്റെ ഉൽപ്പന്നമായി കമ്പ്യൂട്ടറുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഏകദേശം 1900 കാലഘട്ടങ്ങളിൽ വന്ന ആ വലിയൊരു വിപ്ലവത്തിന്റെ മാറ്റത്തിൽ ഏതൊക്കെ വ്യക്തികളാണോ അതിനനുസരിച്ച് മാറാൻ തയ്യാറായത്, ഇലക്ട്രിക്കൽ ബിസിനസ്സിൽ നിന്നും അല്ലെങ്കിൽ വലിയ പ്രൊഡക്ഷൻ പ്ലാന്റ് ബിസിനസ്സിൽ നിന്നും കമ്പ്യൂട്ടർ മേഖലയിലേക്ക് ചേക്കേറിയത് ആ വ്യക്തികളായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയത്. ബിൽ ഗേറ്റ്സിനെ പോലുള്ള വ്യക്തികൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായതും ഒരുപാട് നാളുകൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി ഇരിക്കാനുള്ള കാരണവും അദ്ദേഹത്തിന്റെ തൊഴിലിനെ ആ ഒരു ഇൻഡസ്ട്രി ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള തൊഴിലുമായി കണക്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയറുകൾ വന്നു. സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്ത വ്യക്തികൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് ഒക്കെ എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് ഇൻഫോസിസും വിപ്രോയും പോലുള്ള കമ്പനികൾ എത്തിപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി നിൽക്കുന്ന വ്യക്തി ബിൽ ഗേറ്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന ബിസിനസ്സുകൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ബിസിനസ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇന്ന് ഫാസ്റ്റായി നമ്മുടെ ലോകത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ലോകത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളൊക്കെ തന്നെ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്ത ബിസിനസ്സുകളാണ്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ബിസിനസ് ആണ്, ഇന്റലിജൻസ് ഉപയോഗിച്ച് പറയുന്ന ബിസിനസ്സുകളാണ്. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഉപകരണമായി നമ്മുടെ മൊബൈൽ ഫോൺ മാറിയിരിക്കുന്നു. ഒരു കോളിംഗ് പർപ്പസിന് മാത്രമായിരുന്നു ഒരു മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നോക്കുക നമ്മുടെ മൊബൈൽ ഫോൺ കോളിംഗ് പർപ്പസ് മാത്രമല്ല, ഫോണിന്റെ 10% ഉപയോഗം മാത്രമാണ് ഇന്ന് കോളിംഗ് പർപ്പസ് എങ്കിൽ 90% ഉപയോഗങ്ങളും ഇന്ന് ഇന്റർനെറ്റുമായി കണക്റ്റഡ് ആണ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ സർവീസുകൾ തുടങ്ങി എണ്ണമറ്റ സേവനങ്ങൾ നമ്മൾ ഇന്ന് ഓൺലൈനുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഉപയോഗിച്ച നെറ്റ്വർക്ക് പോലും സ്പീഡ് പോലും മാറിയിരിക്കുന്നു. 2Gയിൽ നിന്നും വളരെ ഫാസ്റ്റായി 4Gയിലേക്കും ഇനി ഒരു 5G യുഗത്തിലേക്കും മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിയെ മാത്രമാണ് ഇന്ന് വരെ ലോകം ആശ്രയിച്ചിരുന്നെങ്കിൽ മനുഷ്യനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ മനുഷ്യനെക്കാട്ടിലും ബുദ്ധിയുള്ള, കൃത്രിമ ബുദ്ധിയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ പോലും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലെ ബിസിനസിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുൻപ് കണ്ടുവന്നിരുന്ന ബിസിനസ്സുകളെല്ലാം തന്നെ ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും പണം ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇന്നത്തെ ബിസിനസിന്റെ സ്ട്രാറ്റജി എന്നുള്ളത് ഒരിക്കലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല. പണ്ട് ക്യാപിറ്റൽ, ലാൻഡ്, ലേബർ ഇതൊക്കെയായിരുന്നു ഒരു ബിസിനസിന്റെ അടിസ്ഥാനമെങ്കിൽ ഇന്ന് അതല്ല. ഏതൊരു വ്യക്തിക്കാണോ ലോകത്തിലുള്ള കോടിക്കണക്കിന് കോൺടാക്റ്റുകളെ അവന്റെ ബിസിനസ്സിലേക്ക് ക്രോഡീകരിക്കാൻ പറ്റുന്നത് ആ വ്യക്തികളാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത്. ബിസിനസ് സ്ട്രാറ്റജി എന്നുള്ളത് ഹ്യൂമൻ ടു ഹ്യൂമൻ കോൺടാക്ട്സിലേക്ക് ഓൾറെഡി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻ, ഇന്ന് ഫേസ്ബുക്കിന്റെ ഓഫീസ് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, ഫേസ്ബുക്കിന്റെ ഓണറെ പോലും നമ്മൾ നേരിട്ട് കണ്ടില്ല. നമ്മൾ ഫേസ്ബുക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആശയങ്ങളെ നമ്മൾ സംവദിക്കാനും മറ്റുള്ളവരെ കണക്ട് ചെയ്യാനും ഫേസ്ബുക്ക് എന്നൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിച്ചപ്പോൾ, നമ്മളെ പോലെ കോടിക്കണക്കിന് വ്യക്തികൾ ഉപയോഗിച്ചപ്പോൾ സുഹൃത്തെ ചിന്തിച്ചു നോക്കുക, നമ്മളുടെ ഇമെയിൽ ഡേറ്റയും നമ്മുടെ ഫോട്ടോസും നമ്മളുടെ എല്ലാ ഡേറ്റയും ഫേസ്ബുക്കിൽ നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറായി. അവർ കൊടുക്കുന്ന പല ഓപ്ഷൻസ്, നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും അലോ ചെയ്യണോ ഡിനോ ചെയ്യണോ എന്നുള്ള പല ഓപ്ഷൻസ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അലോ കൊടുക്കുന്നതിലൂടെ നമ്മളുടെ ഡേറ്റാസ് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ഷെയർ ചെയ്തതിലൂടെ ഇന്ന് കോടിക്കണക്കിന് കോൺടാക്റ്റുകൾ ഫേസ്ബുക്കിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഫേസ്ബുക്കിന്റെ ഓണറായിട്ടുള്ള മാർക്ക് സുക്കൻബർഗ് ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ കോടീശ്വരനായി. Amazon.com എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസും നമ്മുടെ ഇമെയിൽ ഐഡിയും നമ്മുടെ ഫോൺ നമ്പറും പേരും കൊടുത്ത് നമ്മൾ രജിസ്റ്റേർഡ് യൂസറായി മാറിയിരിക്കുന്നു. എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള കോടിക്കണക്കിന് രജിസ്റ്റേർഡ് യൂസേഴ്സ് Amazon.comന്റെ ഭാഗത്തേക്ക് വന്ന സമയത്ത് ഇന്ന് നോക്കുക, Amazon.com എന്ന് പറഞ്ഞ വ്യക്തിക്ക് കോടിക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്. അദ്ദേഹം ഒരു ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഒരുപാട് പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് നമ്മളിലേക്ക് ലഭിക്കുന്നു. ആ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുകയും നമ്മുടെ സുഹൃത്തുക്കൾ പർച്ചേസ് ചെയ്തപ്പം Amazon.comന്റെ ഓണറായിട്ടുള്ള ജെഫ് ബസോസ് എന്ന വ്യക്തി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ പട്ടികയിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ സുഹൃത്തെ, ഇന്ന് ഏത് വ്യക്തിയാണോ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നത് ആ വ്യക്തിക്കാണ് ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് മുകേഷ് അംബാനിയെ പോലുള്ള വ്യക്തികൾ. ട്രഡീഷണൽ ബിസിനസ്സുകൾ മാത്രം ഫോക്കസ് ചെയ്തതിന് അദ്ദേഹം കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ഡിജിറ്റൽ ബിസിനസിന്റെ വലിയൊരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ജിയോ ഡിജിറ്റൽ ലൈഫ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കുകയും ആ ജിയോ ഡിജിറ്റൽ ലൈഫിലേക്ക് കസ്റ്റമറെ ക്രോഡീകരിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് പ്രൊവൈഡിംഗ് കമ്പനിയായ ജിയോയിൽ നിന്നും അദ്ദേഹം ഇന്റർനെറ്റ് ജനങ്ങൾക്ക് ഫ്രീ ആയി കൊടുക്കുകയും 35 കോടിയോളം വരുന്ന കസ്റ്റമേഴ്സിനെ ജിയോ ഡിജിറ്റൽ ലൈഫിന്റെ ഭാഗമാക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 35 കോടിയോളം വരുന്ന കസ്റ്റമർ ഡേറ്റ കയ്യിലുള്ള ആ വ്യക്തി നമ്മുടെ ആധാർ ഡേറ്റ അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ തമ്പ് ഇംപ്രഷനും എല്ലാം ഇന്ന് നമ്മൾ അവിടത്തേക്ക് ഷെയർ ചെയ്തു. നമ്മൾ കൊടുത്തപ്പം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ജിയോ ഡിജിറ്റൽ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ കോടീശ്വരന്റെ പട്ടികയിലേക്ക് മുകേഷ് അംബാനി എന്ന വ്യക്തി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഡേറ്റയാണ്, ഹ്യൂമൻ ഡേറ്റ അല്ലെങ്കിൽ കോൺടാക്ട് ഡേറ്റകളാണ്.
നമ്മൾ ചിന്തിച്ചു നോക്കാം, നമ്മൾക്ക് ഈ കോൺടാക്ട് ആയതുകൊണ്ട് എന്താണ് ഉപയോഗം ചിന്തിച്ചാൽ നിങ്ങളുടെ മൊബൈലിലും എന്റെ മൊബൈലിലും എന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺടാക്റ്റുകളാണുള്ളത്. ഈ കോൺടാക്റ്റുകളെ നിങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള കോൺടാക്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോടീശ്വരനാകാനോ ലക്ഷപ്രഭുവാകാനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനോ നിങ്ങളുടെ വീട്ടിലേക്കുള്ള മെയിൻ വരുമാനം നേടാൻ പറ്റുന്ന വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്, ഇനി ലോകത്തിൽ വിജയിക്കാൻ പോകുന്ന 3 ഇൻഡസ്ട്രികളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണിത്. അതിൽ ഒന്നാമത്തെ ഇൻഡസ്ട്രി എന്നുള്ളത് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയാണ്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയായി ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ഇൻഡസ്ട്രിയിൽ നമുക്ക് വളരെ പ്രൗഡായി പറയാൻ പറ്റും, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഓൺലൈൻ മാർക്കറ്റായി ഇ കൊമേഴ്സ് മാർക്കറ്റായി മാറാൻ പോകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്ത് ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ഇന്ത്യയിൽ ജനങ്ങൾക്ക് ഇ കൊമേഴ്സിന്റെ ഒരു നോളജ് ലഭിക്കുന്നതിലൂടെ, ഇ കൊമേഴ്സിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഓൺലൈൻ മാർക്കറ്റായി മാറുന്നു വ്യക്തമായ പഠനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2ാമത്തെ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നത് ആ രാജ്യങ്ങളെല്ലാം പിന്നീട് കരകയറ്റിയത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഏകദേശം 1940 കാലഘട്ടങ്ങളിൽ ലോകത്ത് ആരംഭിച്ച ഈ ഇൻഡസ്ട്രി 1995 കാലഘട്ടങ്ങളാണ് ഇന്ത്യയിൽ വന്നിരുന്നതെങ്കിൽ ഇന്ത്യൻ ജനസംഖ്യ ഇതിനെ വേണ്ട വിധം ഉപയോഗിച്ചിരുന്നില്ല. കാരണം ഇന്ത്യയിൽ വ്യക്തമായ ലീഗൽ സപ്പോർട്ടുകൾ ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ 2016 ശേഷം വളരെ ലീഗലായി മുൻപോട്ട് പോകുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇനി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഹബ്ബായി പ്രവർത്തിക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത് വളരെ വ്യക്തമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നാളെ ഇന്ത്യൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രിയായ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഓൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. നമുക്കറിയാം, ഇതൊരു കോവിഡ് കാലഘട്ടമാണ്. ഈ കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുന്നു, സാനിറ്റൈസർ യൂസ് ചെയ്യുന്നു, നല്ല ഹെൽത്തി ആഹാരം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു, എക്സർസൈസുകൾ പല വ്യക്തികളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഈ ഒരു കോവിഡ് പോലുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാൻ കൊണ്ട് വ്യക്തമായ മരുന്നുകൾ പോലും ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഇന്ന് അല്ലെങ്കിൽ ഒരു ഇൽനസ് ഇൻഡസ്ട്രിക്ക് ഇതിന് വ്യക്തമായ ഫലപ്രദമായിട്ടുള്ള യാതൊരു മരുന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വെൽനസ് ഇൻഡസ്ട്രി ഇങ്ങനെയുള്ള വലിയ വില്ലൻ രോഗങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധ മരുന്നുകൾ അല്ലെങ്കിൽ പ്രതിരോധം നിന്ന് തീർത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇതിനെ തീർക്കാൻ സാധിച്ചത്? നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽനസ്, നമ്മുടെ ആരോഗ്യത്തെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫുഡ് സപ്ലിമെന്ററി പ്രോഡക്റ്റുകൾ ഇന്ന് ഉത്പാദിപ്പിക്കുന്നത് വെൽനസ് ഇൻഡസ്ട്രിയിലാണ്. ഈ വെൽനസ് ഇൻഡസ്ട്രിയാണ് ഇനി ലോകത്തിലെ അടുത്ത $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്നാണ് വ്യക്തമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ സുഹൃത്ത് ചിന്തിച്ചു നോക്കുക, ഈ വെൽനസ് ഇൻഡസ്ട്രി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വലിയൊരു സൊല്യൂഷനായി വെൽനസ് ഇൻഡസ്ട്രി മാറുന്ന സമയത്ത് ഈ 3 ഇൻഡസ്ട്രികളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള മനോഹരമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളിലേക്ക് മുമ്പ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെയധികം ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. കാരണം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ നിയമപ്രകാരം ഏതൊരു പബ്ലിക് കോൺട്രാക്റ്റിലും സൈൻ ചെയ്യാൻ പറ്റുന്ന, യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഏതൊരു വ്യക്തിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റവും വലിയ കീ ബെനിഫിറ്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തികച്ചും വർക്ക് ഫ്രം ഹോം ആണ്. ഇന്ന് ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങളോട് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്റെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെയാണ്. ഇതൊരു സീറോ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടി നിങ്ങൾ ലക്ഷങ്ങളോ കോടികളോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇന്റർനെറ്റിന്റെ സാധ്യത ലോകത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ കോൺടാക്റ്റുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോ എക്സ്പീരിയൻസ് റിക്വയർഡ്. നിങ്ങൾക്ക് ഒരു പ്രിയർ എക്സ്പീരിയൻസിന്റെ ആവശ്യകത വരുന്നില്ല. നിങ്ങൾക്ക് ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, അങ്ങനെ യാതൊരു നിർബന്ധമില്ല. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഒരു ബേസിക് നോളജ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നോ ഹെഡ് ടേക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. നിങ്ങളുടെ ഓഫീസ് ബിൽഡ് ചെയ്യുകയോ അവിടെ സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയോ സാലറി കൊടുക്കുകയോ ഗോഡൌൺ മെയിൻറ്റെയിൻ ചെയ്യോ ഒരു തലവേദനകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നില്ല. ഫ്രീ മൈൻഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻവോൾവ് ആകാം. നിങ്ങൾക്ക് ആകെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരു മൊബൈൽ ഇന്റർനെറ്റ് ഡാറ്റയും ഒരു സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ ഡിവൈസ് മാത്രമാണ്. ഹാൻഡ്സം ഏണിംഗ് പൊട്ടൻഷ്യൽ. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഇൻകം ഓപ്പർച്യൂണിറ്റിയുള്ള ഏണിംഗ് പൊട്ടൻഷ്യൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഈ കമ്പനി തരുന്നത്. കാരണം നിങ്ങൾ ചിന്തിച്ച ഒരു ജോലിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത് എപ്പോഴും ലിമിറ്റഡ് ആണ്. നിങ്ങൾ ഒരു 10,000 15,000 20,000 അവർ ഫിക്സ് ചെയ്യുന്ന സാലറി മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ നിന്ന് ലഭിക്കുന്നത്. അതിന് മുകളിലേക്ക് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ആ മാനേജ്മെന്റിനെ പ്ലേസ് ചെയ്യേണ്ടി വരും. ആ വ്യക്തികളെ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും. ആ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഒരു 1000 രൂപയോ 500 രൂപയോ 2000 രൂപയോ നിങ്ങളുടെ സാലറി ഹൈക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം ഏണിങ്സ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ വരുമാനം എന്നുള്ളത്.
എന്നുള്ളത് ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വില നിങ്ങളാണ് ഫിക്സ് ചെയ്യുന്നത്, മറ്റൊരു വ്യക്തിയല്ല ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ഏർണിംഗ്സ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. വളരെ പ്രൗഡായി എനിക്ക് പറയാൻ പറ്റും, ഇന്ന് ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കൊടുക്കാൻ പോകുന്ന ഈ ഒരു കമ്പനിയുടെ പേരാണ് സ്മാർട്ട് വേ ഇന്ത്യ എന്റർപ്രൈസസ് LLP എന്നുള്ളത്. നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം സ്മാർട്ട് വേ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. സ്മാർട്ട് വേ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. സ്മാർട്ട് വേ എന്ന് പറയുന്ന കമ്പനി ഡീൽ ചെയ്യുന്ന ഇൻഡസ്ട്രികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയും വെൽനസ് ഇൻഡസ്ട്രിയുമാണ് സ്മാർട്ട് വേ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. smartshopee.com എന്ന് പറയുന്നത് സ്മാർട്ട് ഷോപ്പി എന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് ബേസ്ഡ് കമ്പനിയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് എന്ത് പ്രോഡക്റ്റുകൾ ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം 15ലധികം സർവീസുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പബ്ലിക് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് smartshopee.com എന്നുള്ളത്. നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു കമ്പനി നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആ കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ചാണ്. നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം പ്രൗഡായി എനിക്ക് പറയാൻ പറ്റും, ഇന്ന് ഇന്ത്യയിൽ തന്നെ മികച്ച 2 എഞ്ചിനീയേഴ്സ് നയിക്കുന്ന ഒരു കമ്പനിയാണ് സ്മാർട്ട് വേ എന്നുള്ള നമ്മുടെ കമ്പനി. വൺ മിസ്റ്റർ അശോക് ബാബു സാർ, വൺ മിസ്റ്റർ സൂരജ് നായർ. രണ്ടുപേരും ബേസിക്കലി എഞ്ചിനീയേഴ്സ് ആണ്. അശോക് സാർ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ധീരുഭായ് അംബാനിയുടെ റിലയൻസിന്റെ ധീരുഭായ് വണ്ണ ഓയിൽ റിഫൈനറിയുടെ ടെക്നിക്കൽ ഹെഡായും അബുദാബി നാഷണൽ ഓയിൽ കോർപ്പറേഷന്റെ ചീഫ് എഞ്ചിനീയറായും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ അശോക് ബാബു സാർ. കോ ഫൗണ്ടർ മിസ്റ്റർ സൂരജ് സാർ, അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് ബാങ്കുകൾ ഫണ്ട് ചെയ്യുന്ന വലിയ തെർമൽ പവർ പ്ലാന്റുകളുടെ ഡിസൈൻ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ സൂരജ് നായർ സാർ. ഈ 2 വ്യക്തികളാണ് ഇന്ന് ഈ കമ്പനിയെ മുൻപോട്ട് നയിക്കുന്നത്. സ്മാർട്ട് വേ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി 2014 സെപ്റ്റംബർ മാസം 25-ന് ഡൽഹി ആസ്ഥാനമാക്കി സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. ഒരു ISO 9001/2015 രജിസ്റ്റേർഡ് കമ്പനിയാണ്. വളരെ പ്രൗഡായി പറയാൻ പറ്റും, കഴിഞ്ഞ 6 വർഷമായി ഇന്ത്യയിൽ വളരെ സക്സസ്ഫുള്ളി മുൻപോട്ട് പോകുന്ന ഒരു ഫേമാണ് സ്മാർട്ട് വേ ഇന്ത്യ എന്റർപ്രൈസ് LLP എന്നുള്ള നമ്മുടെ കമ്പനി. നമ്മുടെ ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയാണ്, കോർപ്പറേറ്റ് ഓഫീസ് കോയമ്പത്തൂരാണ്. ഇന്ന് കേരളത്തിലെ പ്രൊമോഷന് വേണ്ടി പാലക്കാടും ഇന്ന് കർണാടകയിലെ പ്രൊമോഷന് വേണ്ടി ബാംഗ്ലൂരും ഓഫീസിൽ തുറന്നു പ്രവർത്തിക്കുന്നു. വളരെ പ്രൗഡായി പറയാൻ പറ്റും, വിത്തിൻ ഷോർട്ട് ടൈം ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത റീജിയനിലും കേരളത്തിൽ വീണ്ടും ഓഫീസുകളും കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. മാത്രമല്ല ഇന്ത്യയിൽ മാത്രമാണ് നമ്മുടെ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഇപ്പോൾ ഉള്ളതെങ്കിൽ 2021 ദുബായിലേക്കും 2022 US-ലേക്കും നമ്മളുടെ ഓഫീസുകൾ എക്സ്പാൻഡ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മളൊരു ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് ലോക രാജ്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സ്മാർട്ട് വേ എന്നുള്ള നമ്മുടെ കമ്പനി. എന്താണ് ഈ കമ്പനിയുടെ വിഷൻ, അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണ് ഈ കമ്പനി മുൻപോട്ട് വെക്കുന്ന വലിയൊരു ആശയം എന്നുള്ളത് വളരെ പ്രൗഡായി തന്നെ പറയാൻ പറ്റും. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം, ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായി ഇന്ത്യ മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ ബിൽഡ് ചെയ്യുക എന്നൊരു വ്യക്തമായ ഒരു വിഷനാണ് നമ്മുടെ കമ്പനിക്കുള്ളത്. ആ വിഷനിലേക്ക് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത് മറ്റ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി പെർമനന്റ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ആമസോണിൽ പർച്ചേസ് ചെയ്യുന്നു, മറ്റ് ഓൺലൈൻ കമ്പനികളൊക്കെ പർച്ചേസ് ചെയ്യുന്നു. നിങ്ങൾ ആരും ഒരു കമ്പനിയുടെയും സ്ഥിരം കസ്റ്റമർ അല്ല, പെർമനന്റ് കസ്റ്റമർ അല്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പെർമനന്റ് കസ്റ്റമേഴ്സിനെയാണ്. സ്മാർട്ട് ഷോപ്പി എന്ന് പറയുന്ന നമ്മുടെ ഓൺലൈൻ പോർട്ടലിന്റെ ഭാഗമായി അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയും സർവീസുകൾ യൂസ് ചെയ്യുന്ന സ്ഥിരം കസ്റ്റമേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പെർമനന്റ് കസ്റ്റമേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗിന്റെ സപ്പോർട്ടോട് കൂടിയാണ്. ഡയറക്ട് സെല്ലിംഗിന്റെ സപ്പോർട്ടോട് കൂടി ഈ കമ്പനിക്ക് വേണ്ട പെർമനന്റ് കസ്റ്റമർ ക്രിയേഷൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് കിട്ടാത്ത വലിയൊരു ബെനിഫിറ്റ് കൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് smartshopee.com ഓൺലൈൻ ഷോപ്പിംഗ് പോർട്ടലിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. 3 ലക്ഷത്തിലധികം പ്രോഡക്റ്റുകൾ ഇന്ന് ഓൺലൈൻ ഷോപ്പിൽ നമ്മൾ ടൈപ്പ് ആയിരിക്കുന്നു. 5 ലക്ഷത്തിലധികം പെർമനന്റ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 15ലധികം സർവീസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഓൺലൈൻ പോർട്ടലിലൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്താണ് smartshopee.comനെ മറ്റ് ഓൺലൈൻ പോർട്ടലിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ചോദിച്ചാൽ വളരെ പ്രൗഡാണ്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും സ്നാപ്ഡീലിലും മിൻട്രയിലും ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോഴും ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം ഒക്കെ ഉപയോഗിക്കുമ്പോഴും അതിന്റെ ബെനിഫിറ്റുകൾ ലഭിക്കുന്നത് അതിന്റെ ഓണേഴ്സിനാണ്, നിങ്ങൾക്ക് ലഭിക്കുന്നത് സർവീസ് മാത്രമാണ്. എന്നാൽ സ്മാർട്ട് ഷോപ്പിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴോ സർവീസുകൾ യൂസ് ചെയ്യുമ്പോഴോ പ്രോഡക്റ്റുകളും സർവീസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഇൻ ഫ്യൂച്ചർ സ്മാർട്ട് ഷോപ്പിക്ക് ഇന്ത്യയിൽ എത്ര പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നോ ആ പ്രോഫിറ്റിന്റെ 70% റോയൽറ്റി ആയി ലഭിക്കാൻ പോകുന്നത് എന്നെയും നിങ്ങളെയും പോലുള്ള വ്യക്തികളുടെ അക്കൗണ്ടിലേക്കാണ്. ആ രീതിയിൽ വലിയൊരു ഫിനാൻഷ്യൽ ഫോർച്യൂൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ് smartshopee.com എന്നുള്ള നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് പോർട്ടൽ. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി ഡയറക്ട് സെല്ലിംഗിലൂടെ പെർമനന്റ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി ഇന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ലീഗാലിറ്റിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പുണ്ടാകുമെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി പറയാൻ പറ്റും. 2016 മുമ്പ് വ്യക്തമായ ഗൈഡ് ലൈനുകൾ ഒന്നും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ 2016 സെപ്റ്റംബർ മാസം 9-ന് ഈ ഇൻഡസ്ട്രിയുടെ വലിയൊരു ഫ്യൂച്ചർ തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആദ്യമായി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ട വ്യക്തമായ ഗൈഡ് ലൈനുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു.
ഒരു കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ ഇന്ന ഗൈഡ് ലൈൻസിൽ പാലിച്ചു വേണം പ്രവർത്തിക്കാൻ എന്ന് ഗവൺമെന്റ് ഒരു ആശയം, ഒരു ഗൈഡ് ലൈൻ മുൻപോട്ട് വെച്ചപ്പോൾ ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി എന്ന് ഗവൺമെന്റിനെ ഒഫീഷ്യലി അറിയിച്ച കമ്പനികളുടെ ലിസ്റ്റ് ഇന്ന് സെൻട്രൽ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ആ ലിസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 456ഓളം കമ്പനികളാണ് ഇന്ന് ഗവൺമെന്റ് ഗൈഡ് ലൈൻസുകൾ ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ആ ലിസ്റ്റിൽ തന്നെ ഇന്ത്യൻ കമ്പനികളുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തും ടോട്ടൽ കമ്പനികളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു കമ്പനിയാണ് സ്മാർട്ട് വേ ഇന്ത്യ എന്റർപ്രൈസ് എന്നുള്ള നമ്മുടെ കമ്പനി. സോ വളരെയധികം പ്രൗഡായി പറയാൻ പറ്റും, ഗവൺമെന്റിന്റെ എല്ലാ ഗൈഡ് ലൈൻസും പാലിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഒരു നമ്പർ 1 കമ്പനിയാണ് സ്മാർട്ട് വേ എന്നുള്ള നമ്മുടെ കമ്പനി. 2016 കേന്ദ്ര ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഗവൺമെന്റ് സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട മോണിറ്ററിംഗ് മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും ആ മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടപ്പം അത് ആദ്യമായി ശിരസാ വഹിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു മോണിറ്ററിംഗ് മെക്കാനിസം ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്തത്. 8/8/2018 വ്യക്തമായ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം കേരള ഗവൺമെന്റ് കേരളത്തിൽ പബ്ലിഷ് ചെയ്യുകയും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ മൾട്ടിലെവൽ മാർക്കറ്റിംഗിനെ നിയന്ത്രിക്കാനുള്ള ഒരു മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ ഹെഡായി പൊതുവിതരണ വകുപ്പിന്റെ ഡയറക്ടറായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനെ കേരള ഗവൺമെന്റ് ഇന്ന് നിയമിക്കുകയും ചെയ്തു കഴിഞ്ഞു. അങ്ങനെ നമുക്ക് വളരെ പ്രൗഡായി പറയാൻ പറ്റും, ഇന്ന് സമ്പൂർണ്ണമായി കേരളത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത് വളരെയധികം ലീഗലൈസ് ചെയ്യപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ്. മാത്രമല്ല കേരള ഗവൺമെന്റ് സ്ഥാപനമായിട്ടുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും ഇന്ന് IAS ഉദ്യോഗസ്ഥന്മാർ വന്നുകൊണ്ട് നമുക്ക് ട്രെയിനിങ് എടുത്തുകൊണ്ട് ഗവൺമെന്റ് അംഗീകരിച്ച ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ളതിൽ സർട്ടിഫിക്കറ്റ് പോലും ഗവൺമെന്റ് ഇന്ന് നമ്മൾക്ക് ഇഷ്യൂ ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ ഇന്ന് 5ഓളം വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകൾ CITU, AITUC, BMS, INTUC, STU പോലെ 5ഓളം ട്രേഡ് യൂണിയനുകളും എന്ത് ചെയ്യുന്നു, നമ്മളെ ഇന്ന് ഒന്നടങ്കം അംഗീകരിച്ചു വരിക്കുന്നു, അംഗത്വം തരുന്നു. നമ്മൾക്ക് വേണ്ട ഇന്ന് എല്ലാ സപ്പോർട്ടുകളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും യൂണിയനുകളുടെ ഭാഗത്തുനിന്നും വളരെ വ്യക്തമായി നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. 456ഓളം കമ്പനികളാണ് കേന്ദ്ര ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് പാലിച്ച് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയല്ല, ഇതിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് കമ്പനികളെയാണ്. ആ സ്റ്റാൻഡേർഡ് കമ്പനികളെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഓപ്ഷനാണ്. 2 സംഘടനകളാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, IDSA ആൻഡ് FIDSA. അതിൽ FIDSA എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീസ് ആണ്. അതിൽ വ്യക്തമായ ഒരു ഗോൾഡൻ പ്രിവിലേജ് മെമ്പർഷിപ്പ് ഉള്ള കമ്പനിയാണ് സ്മാർട്ട് വേ എന്നുള്ള നമ്മുടെ കമ്പനി. 20-25 സ്റ്റാൻഡേർഡ് കമ്പനികൾ മാത്രമുള്ള ഈ ഫെഡറേഷനിൽ ഒരു ഗോൾഡൻ മെമ്പർഷിപ്പ് ഉള്ള കമ്പനിയാണ് സ്മാർട്ട് വേ എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്ത കമ്പനിയാണ് സ്മാർട്ട് വേ എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. അതിനൊന്നുകൂടി ആധികാരികത ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ടൈംസ് നെറ്റ്വർക്ക് പോലുള്ള വലിയ ഇന്റർനാഷണൽ മീഡിയ എല്ലാ വർഷവും ഇന്ത്യയിൽ നടത്താറുള്ള എക്കണോമിക് കോൺക്ലേവ് പോലുള്ള സെമിനാർ പ്രോഗ്രാമുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റായി ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഓൾറെഡി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രികളെ പ്രതികരിക്കുന്ന വ്യക്തികളും മിനിസ്ട്രിയിലുള്ള വ്യക്തികളും ഒക്കെയാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ആ പ്രോഗ്രാമിലേക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ഉൾപ്പെടുത്തിയാലല്ല അത്ഭുതം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രൗഢായി നമുക്ക് കാണേണ്ടത്. ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അവർ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി എന്നുള്ളത് സ്മാർട്ട് വേ കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള അശോക് ബാബു സാറിനെയാണ് ആ ഒരു പ്രോഗ്രാമിലേക്ക് ടൈംസ് നെറ്റ്വർക്ക് പോലും ഇൻവൈറ്റ് ചെയ്തത്. സോ ഇത്രയും വലിയ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഈ കമ്പനിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾക്കൊരു വരുമാനം നേടിയെടുക്കാം, ഇതാണ് പലരുടെയും മനസ്സിലുള്ള വലിയൊരു ചോദ്യം എന്നുള്ളത്. വളരെ വ്യക്തമാണ്, ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, ഇതൊരു സീറോ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. ₹1 പോലും നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ഇവിടെ മുടക്കേണ്ടി വരുന്നില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ലൈഫിൽ ഒരേ ഒരു തവണ ഒരു പർച്ചേസ് മാത്രമാണ്. നിങ്ങൾക്ക് 2 രീതിയിൽ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് smartshopping.com എന്നുള്ള ഓൺലൈൻ ഷോപ്പിംഗ് പോർട്ടലിൽ പോയി പർച്ചേസ് ചെയ്യാം. അവിടെ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൊബൈലോ ഷൂസോ ഡ്രസ്സോ വാച്ചോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. എന്നാൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ലഭിക്കുന്നു, ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഈ കമ്പനിയോടൊത്ത് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. കാരണം അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അവിടെ കയറി പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. എന്നാൽ നിങ്ങളുടെ പർച്ചേസ് നിങ്ങൾ ചെയ്യേണ്ടത് smartway.direct.com എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് ഡിവിഷനിൽ നിന്നാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാനും ഇതിലൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയോടെയാണ് ചെയ്യുന്നത് കമ്പനി നമുക്ക് തരുന്നത്. പ്രോഡക്റ്റുകൾ എവിടെ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് കടയിൽ നിന്നും പർച്ചേസ് ചെയ്യാം, സ്മാർട്ട് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാം, സ്മാർട്ട് വേ ഡയറക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. നിങ്ങൾ കടയിൽ നിന്നും സ്മാർട്ട് ഷോപ്പിൽ നിന്നും മറ്റു ഓൺലൈൻ ഷോപ്പിൽ നിന്നും പർച്ചേസിന് പകരം ലൈഫിൽ ഒരേ ഒരു തവണ നിങ്ങളുടെ പർച്ചേസ് smartway.direct.com ആക്കി കഴിഞ്ഞാൽ പർച്ചേസിനോടൊപ്പം നിങ്ങളുടെ തലവരെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് ചെയ്യുന്നത് ഇന്ന് ഈ കമ്പനി നിങ്ങളിലേക്ക് തരുന്നത്. വളരെയധികം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. ടൈമിക്സിന്റെ വാച്ചുകൾ, അല്ലെങ്കിൽ പാസോയുടെ ബാഗുകൾ, വിമലിന്റെ ഡ്രസ് മെറ്റീരിയൽ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളുള്ള പ്രോഡക്റ്റ് ചെയ്യുന്നു ഇന്ന് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. ഈ പ്രോഡക്റ്റിലൊക്കെ തന്നെ ബ്രാൻഡഡ് പ്രോഡക്റ്റിലാണ്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിന്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ വ്യക്തമായി തന്നെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഫുഡ് സേഫ്റ്റിയും ഒക്കെ അംഗീകരിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്ന പ്രോഡക്റ്റുകളും അതിന്റെ സർട്ടിഫിക്കേഷനും വന്നുണ്ട്
വ്യക്തമായി പ്രോഡക്റ്റ് പോകുന്നത്. ഇനി എന്തൊക്കെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും? നമ്മൾ വീട്ടിൽ രാവിലെ എണ്ണിക്കുന്ന സമയത്ത് നമ്മളൊന്ന് മുഖം കഴുകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഫേസ് വാഷ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പല്ല് തേക്കാൻ വേണ്ടി നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റ് പർച്ചേസ് ചെയ്യാം. ഒരു ചായ കുടിക്കാനോ കോഫി കുടിക്കാനോ തേയിലയോ കോഫി പൗഡറോ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ കുക്കിംഗ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് പോലുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു ബാത്റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഷാംപൂ, സോപ്പ്, ഷവർ ജെൽ പോലുള്ള പ്രോഡക്റ്റുകൾ, നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യുന്നതിനുള്ള ക്ലീനിങ് പ്രോഡക്റ്റ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഡ്രസ് മെറ്റീരിയൽ, മുണ്ട് പർച്ചേസ് ചെയ്യാം, സാരി പർച്ചേസ് ചെയ്യാം, സ്യൂട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം, പാൻ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം, ഷർട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം, ടീ ഷർട്ടുകൾ പർച്ചേസ് ചെയ്യാം, ട്രാക്ക് സ്യൂട്ട് മെറ്റീരിയൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, വാച്ച് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശരാശരി ദിവസേന ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന് ഈ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഡക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എന്ത് ചെയ്യാം? ലൈഫിൽ ഒരേ ഒരു തവണ നിങ്ങളുടെ ചോയ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ 4 ഗേറ്റ് വേയിലൂടെയാണ് കമ്പനി നിങ്ങളെ ഈ കമ്പനിയുടെ ഭാഗമാക്കുന്നത്. നിങ്ങളുടെ പർച്ചേസ് ഒരു 5000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നിങ്ങളെ കമ്പനി ഇത് 50 BB പർച്ചേസ് ആയി കാൽക്കുലേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പർച്ചേസ് 8000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അതിനെ കമ്പനി ഏകദേശം 100 BB 100 ബിസിനസ് വോളിയത്തിന് മുകളിലേക്കായി കാൽക്കുലേറ്റ് ചെയ്യുന്നു. 12000 രൂപയുടെ പർച്ചേസ് ആണ് നിങ്ങൾ ചെയ്തെങ്കിൽ 150 BB കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നു. 15000 രൂപയുടെ പർച്ചേസ് ആണ് നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങളെ കമ്പനി ഏകദേശം 200 വോളിയത്തിന് എൻട്രി ആയി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി എന്താണ് ബിസിനസ് വോളിയം അല്ലെങ്കിൽ BB എന്നുള്ളത്? നിങ്ങളെ ഈ കമ്പനിയുടെ ഭാഗമാക്കുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വോളിയത്തിനനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന ബെനിഫിറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അളവ് പോലാണ് BB അല്ലെങ്കിൽ ബിസിനസ് വോളിയം എന്നുള്ളത്. ഓരോ പ്രോഡക്റ്റിനും സ്പെസിഫിക് ബിസിനസ് വോളിയമാണ്. ഒരു വാച്ചിന് 10 വോളിയം, ടീഷർട്ടിന് 5 വോളിയം, അങ്ങനെ തുടങ്ങി ഓരോ പ്രോഡക്റ്റിനും പല പല വോളിയമാണ് തരുന്നത് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഒരു പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കമ്പനിയുടെ ഭാഗമാകുന്നു. ഇനി എന്താണ് ഈ പർച്ചേസുകൾ തമ്മിലുള്ള വലിയ ഡിഫറൻസ് എന്നുള്ളത്? നിങ്ങളൊരു 150 BBയുടെയോ 200 BBയുടെയോ പർച്ചേസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്റർനാഷണൽ ഐഡി ആണ്. ലോകത്ത് എവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ചെയ്യാം. ഇനി നാളെ നിങ്ങളുടെ കോൺടാക്ട്, നിങ്ങളുടെ സുഹൃത്തിന് ദുബായിൽ കോൺടാക്ട് ഉണ്ട്, ദുബായ് സിറ്റിസൺ ആണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ വരുമാനം ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട്, കേരളത്തിൽ ഇരുന്നുകൊണ്ട്, നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുത്തണമെങ്കിൽ നിങ്ങളുടെ എൻട്രി എന്തിലായിരിക്കണം? ഒരു ഇന്റർനാഷണൽ ഐഡിയിലായിരിക്കണം. 150 വോളിയത്തിന്റെയോ 200 വോളിയത്തിന്റെ പർച്ചേസിലാണ് ഇന്റർനാഷണൽ ഐഡി ചെയ്യുന്നത് കമ്പനി തരുന്നത്. ഇനി നിങ്ങൾ 8000 രൂപയുടെ 5000 രൂപയുടെ പർച്ചേസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം എന്നുള്ളത് ഇത് ഇന്ത്യയിൽ മാത്രം വർക്ക് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുള്ള ഇൻകം ആയിരിക്കും. ഒരു ഇന്ത്യൻ ഐഡി അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പുള്ള വ്യക്തികൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇനി എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്നുള്ളത്? അബ്സല്യൂട്ട്ലി ഫ്രീ ആയി നിങ്ങളുടെ പർച്ചേസിനൊപ്പം പ്രോഡക്റ്റിനൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ കമ്പനിയുടെ ഒരു വെർച്വൽ ഓഫീസ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് എന്നുള്ളത്. നിങ്ങൾ ഈ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വെർച്വൽ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പാൻ കാർഡ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ നോമിനി ഡീറ്റെയിൽസ്, നിങ്ങളുടെ A to Z ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കമ്പനിയുടെ ഭാഗമായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കമ്പനിയുടെ വെർച്വൽ ഓഫീസിൽ അപ്ഡേറ്റ് ചെയ്യാം. ആ ഒരു അക്കൗണ്ടിലൂടെയാണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്. നിങ്ങളുടെ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് പേ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഗവൺമെന്റ് ടാക്സ് പേ ചെയ്തുകൊണ്ടാണ് കമ്പനി വരുമാനം നിങ്ങൾക്ക് തരുന്നത്. ഇനി എങ്ങനെയാണ് ഇവിടെ വരുമാനം നേടുന്നത്? അതിൽ ആദ്യത്തെ ഇൻകം ആണ് കമ്പനിയുടെ പ്രീമിയം ടീം ബോണസ് ഉള്ളത്. പ്രീമിയം ടീം ബോണസ് വളരെ സിമ്പിൾ ആണ്. ആ പേരിൽ തന്നെയുണ്ട് ടീം. ഒരു ടീമിനെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കുള്ളത്. സുഹൃത്തെ ചിന്തിച്ചു നോക്കുക, എല്ലാ മേഖലകളും എല്ലാ ബിസിനസ്സുകളും കസ്റ്റമറെയാണ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഒരു ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓട്ടോയിലേക്ക് കസ്റ്റമർ വരുമ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? ബെനിഫിറ്റുകൾ ലഭിക്കുന്നത്. ഒരു ഷോപ്പ് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ഷോപ്പിലേക്ക് കസ്റ്റമർ വരുമ്പോഴാണ് നിങ്ങൾക്ക് ബെനിഫിറ്റുകൾ ലഭിക്കുന്നത്. A to Z ബിസിനസ്സുകൾ കസ്റ്റമറെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് മുൻപോട്ട് പോകുന്നത്. ഇവിടെയും അത് തന്നെയാണ്. നമ്മൾക്ക് ആവശ്യം പെർമനന്റ് കസ്റ്റമേഴ്സിനെയാണ്. നിങ്ങളുടെ കോൺടാക്റ്റിൽ നിന്നും എത്രത്തോളം പെർമനന്റ് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതിനനുസരിച്ചാണ് ഈ കമ്പനി എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് വരുമാനം തരുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും വരുമാന മാർഗം അന്വേഷിച്ച ആയിരക്കണക്കിന് വ്യക്തികളിലേക്കും നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ കമ്പനി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സൂം പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. സൂം പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന രാവിലെ 11 മണിക്കും വൈകിട്ട് 7:15 പ്രോഗ്രാമുകളിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവരിലേക്കും ഷെയർ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു. ആ വ്യക്തികൾ പോയി ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇഷ്ടപ്പെട്ടു. ആ വ്യക്തികൾ പറഞ്ഞു, ഞാനും നിങ്ങളുടെ കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ തയ്യാറാണ്, ഞാനും ഒരു പർച്ചേസ് ചെയ്യാം, ഞാനൊരു 15000 രൂപ പർച്ചേസ് ചെയ്യാമെന്ന് 2 സുഹൃത്തുക്കൾ പറഞ്ഞു. ഒന്നാമത്തെ ടീമിലേക്ക് ഒരു സുഹൃത്തും രണ്ടാമത്തെ ടീമിലേക്ക് ഒരു ബന്ധുവും എന്ത് ചെയ്തു? നിങ്ങളുടെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 2 ടീമിനെയാണ് നിങ്ങളുടെ ബിൽഡ് ചെയ്യേണ്ടത്, ടീം 1 ആൻഡ് ടീം 2. ഒന്നാമത്തെ സുഹൃത്ത് പർച്ചേസ് ചെയ്ത് 15000 രൂപയ്ക്കും രണ്ടാമത്തെ സുഹൃത്ത് രണ്ടാമത്തെ ടീമിൽ പർച്ചേസ് ചെയ്ത് 15000 രൂപയ്ക്കാണെങ്കിൽ മാച്ച് ചെയ്യുന്നത് 200 വോളിയത്തിന്റെ പ്രോഡക്റ്റിലാണ്. 2000 രൂപ നിങ്ങൾക്ക് ഇൻസെന്റീവ് എന്ത് ചെയ്യും? കമ്പനി ആ ദിവസം തന്നെ നിങ്ങളുടെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എവറി വീക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു? ഓരോ ആഴ്ചയിലെയും പേയ്മെന്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി
100 വോളിയം ആണെങ്കിൽ 1000 രൂപ, 150 വോളിയം ആണെങ്കിൽ 1500 രൂപ, 50 വോളിയം ആണെങ്കിൽ 500 രൂപ എന്നിങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ലിങ്കത്തിന്റെ മാച്ചിങ് എന്നുള്ളത്. നിങ്ങൾ ഈ ചെയ്ത് നിങ്ങളുടെ കോൺട്രാക്ട് നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ ഇൻഡയറക്ട്ലി നിങ്ങളുടെ ടീമിലേക്ക് എത്രത്തോളം വ്യക്തികൾ പിന്നീട് കസ്റ്റമറായി വരുന്നുണ്ടോ ആ വ്യക്തികളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുന്ന വോളിയത്തിന് ആനുപാതികമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കും. ഒന്നാമത്തെ ടീമിലേക്ക് വന്ന വ്യക്തി 5 സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി, രണ്ടാമത്തെ ടീമിലേക്ക് വന്ന വ്യക്തി വീണ്ടും ഒരു 5 സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി, മാച്ച് ചെയ്യുന്ന 200 വോളിയത്തിന് 5 പ്രോഡക്റ്റുകൾ വെച്ച് 5 പേര് വ്യക്തികളുടെ ബിസിനസ് ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, കമ്പനി ഇൻകം ആയി തരുന്നതായിരിക്കും. ഈ രീതിയിൽ ഒരു ദിവസം ശക്തമായ ഒരു ടീമിനെ ബിൽഡ് ചെയ്താൽ, നിങ്ങൾ വളരെ ആക്റ്റീവായി ബിസിനസിനെ പ്രൊമോട്ട് ചെയ്തു, നിങ്ങൾ ഈ കമ്പനിയുടെ 1 വർഷമോ 2 വർഷമോ ടൈം എടുത്ത് നിങ്ങളുടെ കൂടെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലുമായി ആക്റ്റീവായി പ്രവർത്തിക്കുന്ന 50 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്തു. ഈ 50 പേരുടെ ടീമിലൂടെ ഒരു ദിവസം 100 വോളിയം ബിസിനസ് എടുക്കുന്ന 50 പേർ നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 50,000 രൂപ വരെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലാണ് ഈ കമ്പനിയുടെ 200 BV പ്രോഡക്റ്റ് എടുത്തു വരുന്ന വ്യക്തികളായ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഒരു മാസം 15 ലക്ഷം, ഒരു വർഷം ഏകദേശം 1,80,00,000 രൂപ വരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ഇൻകം ഏൺ ചെയ്യാം. 150 വോളിയത്തിന്റെ പർച്ചേസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 2 ടീമിലുമായി മാച്ച് ചെയ്യുന്നത് 5000 വോളിയം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 50,000 ലഭിക്കില്ല, 25,000 ലഭിക്കുള്ളൂ. അതായത് ഒരു ദിവസം 25,000 നഷ്ടമായി മാറും. ഒരു മാസം നിങ്ങൾക്ക് 7.5 ലക്ഷം രൂപ, ഒരു വർഷം 90 ലക്ഷം രൂപ നിങ്ങളുടെ നഷ്ടമായി എന്ത് ചെയ്യും, മാറും. അങ്ങനെ ഓരോ പർച്ചേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 100 വോളിയത്തിന് 10,000 രൂപയും 50 വോളിയത്തിന് 5,000 രൂപയാണ് പെർ ഡേ മാച്ചിങ് ലിമിറ്റ് എന്നുള്ളത്. ഈ ബിസിനസിനെ വളരെ സീരിയസ് ആയി പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നെങ്കിൽ 100% നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് ഈ കമ്പനിയിൽ നിന്നും ഒരു 200 വോളിയം തന്നെ ആയിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കമ്പനിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ വരുമാനത്തിനനുസരിച്ച് 9ഓളം റാങ്കുകളാണ് കമ്പനി നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ റാങ്കാണ് കമ്പനിയുടെ സ്റ്റാർ പ്ലസ് റാങ്ക്. സ്റ്റാർ പ്ലസ് റാങ്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള റാങ്ക് ആണ്. 25,000 രൂപ വരുമാനം നിങ്ങൾ മേടിക്കുമ്പോൾ കമ്പനി നിങ്ങളെ സ്റ്റാർ പ്ലസ് റാങ്കിലേക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നു. പേൾ പ്ലസ് റാങ്ക്, നിങ്ങൾ 1 ലക്ഷം രൂപ വരുമാനിക്കുമ്പോൾ പേൾ പ്ലസും, നിങ്ങൾ 5 ലക്ഷം രൂപ വരുമാനിക്കും സഫയർ പ്ലസും, നിങ്ങൾ ഏകദേശം 10 ലക്ഷം വരുമാനിക്കും ഡയമണ്ട് പ്ലസ് തുടങ്ങി ഓരോ റാങ്കുകളായി നിങ്ങൾക്ക് 10 കോടി രൂപ വരെയാണ് ചെയ്യുന്നത് കമ്പനി വരുമാനമായി തരുന്നത്. അംഗീകാരങ്ങൾ കൂടെ എന്ത് ചെയ്യുന്നു, കമ്പനി നിങ്ങളുടെ വരുമാനത്തിനൊപ്പം വലിയ രീതിയിലുള്ള റെക്കഗ്നേഷൻ പ്രോഗ്രാമുകളാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി നിങ്ങൾക്ക് തരുന്നത്. ഇനി ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ പർച്ചേസ് നിങ്ങൾ ചെയ്ത ഏത് ബിസിനസ്സിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് 5,000 രൂപയ്ക്കോ 100 BVക്കോ 50 BVക്കോ 100 BVക്കോ 150നോ 200 BVക്കോ ആയിക്കോട്ടെ, അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ലിമിറ്റേഷൻ ഉള്ളത് നിങ്ങളുടെ സീലിംഗ് ലിമിറ്റിലാണ്. എന്നാൽ ഒരു ലിമിറ്റേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകത്തെ ഡബിൾ ആക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനിയുടെ പ്രീമിയം പ്ലസ് എന്നുള്ളത്. ലൈഫിൽ ഒരേ ഒരു തവണ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഓരോ റാങ്കിൽ അച്ചീവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ ഇൻകം ലഭിക്കുന്ന കാര്യമാണ് കമ്പനിയുടെ പ്രീമിയം പ്ലസ് എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 30 ദിവസത്തിനുള്ളിൽ 3,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ റീപർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത്. കാരണം 30 ദിവസം ചിലപ്പോൾ കഴിഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടമായി മാറുന്നത്. നിങ്ങളുടെ ടീമിലേക്ക് വരുന്ന ഓരോ വ്യക്തികൾക്കും ഇതിന്റെ സാധ്യത നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. 3,000 രൂപയുടെ പർച്ചേസിലൂടെ 10 കോടി രൂപ വരെയുള്ള റിവാർഡ് പ്രോഗ്രാമുകളാണ് ചെയ്യുന്നത് കമ്പനി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ 3,000 രൂപയ്ക്ക് എന്തൊക്കെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ പ്രീമിയം പ്ലസ് പർച്ചേസ് നിങ്ങൾക്കായി ഒരുക്കി തന്നിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് റെനോവിറ്റ എന്നൊരു ഹെർബൽ ഹണി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഈ ഹെർബൽ ഹണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. ഏകദേശം 6,250 രൂപയുടെ MRP ഉള്ള ഒരു പ്രോഡക്റ്റ് 5,000 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ കമ്പനി തരുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഏറ്റവും ഉപയോഗമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് റെനോവിറ്റ എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യേണ്ട വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് COVID-19 വന്ന് റിക്കവർ ആയ വ്യക്തികൾ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയതിനു ശേഷം അതിൽ നിന്ന് റിക്കവർ ആയ വ്യക്തികൾക്കൊക്കെ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന വലിയൊരു അസുഖമായി ഇന്ന് പറയാൻ പോകുന്ന കാര്യമാണ് പൾമണറി ഫൈബ്രോസ് പോലുള്ള അസുഖങ്ങൾ. നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ഫൈബ്രോസിൽ വളരുകയും ആ ഫൈബ്രോസിന്റെ ഈ പ്രവർത്തനം മൂലം നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകാനും നമ്മുടെ ആയുസ് വളരെയധികം ഗണ്യമായി കുറയാനുമുള്ള സാധ്യതയാണ് പറയുന്നത്. ഇന്ന് ആഫ്റ്റർ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററുകൾ പോലും ഇന്ത്യയിൽ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള അസുഖങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ. അതിന് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള പ്രതിവിധിയാണ് കുർക്കുമിൻ എന്നുള്ള മഞ്ഞളിൽ നിൽക്കുന്ന എക്സ്ട്രാക്ട്. ഈ കുർക്കുമിൻ എന്നുള്ള പ്രോഡക്റ്റ് മാത്രം നമ്മൾക്ക് എന്തുണ്ട്, ഇന്ന് നമുക്ക് ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രീമിയം പ്ലസിന്റെ ഭാഗമാകാൻ വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റെനോവിറ്റ ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അശ്വഗന്ധയും കുർക്കുമിനും മഞ്ഞളും അശ്വഗന്ധയും കുർക്കുമിനും
നെല്ലിക്കയും കാട്ടുതേനും പെപ്പറിനും ഒക്കെ അടങ്ങുന്ന ഏറ്റവും നല്ലൊരു സൂപ്പർ ഫുഡാണ് റൈനോവിറ്റ എന്നൊരു ഹെർബൽ ഹണി. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതൊരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. നിങ്ങളൊരു 3000 രൂപ പർച്ചേസ് ആണ് നിങ്ങളോ നിങ്ങളുടെ ടീമിലേക്ക് വരുന്ന വ്യക്തികളോ നിങ്ങളുടെ ഈ പ്രീമിയം പ്ലസ് ആക്ടിവേഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ഒരു സെയിൽസ് ആയിട്ടാണ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റൈനോവിറ്റ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്, അതിനെ കമ്പനി 2 സെയിൽസ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് വന്ന വ്യക്തികൾ, ആ വ്യക്തികൾക്ക് അവരുടെ വരുമാനത്തെ ഡബിൾ ആക്കാൻ വേണ്ടി അവർ പ്രീമിയം പ്ലസ് ആക്ടിവേഷൻ നടത്താൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ 2 ഓർഗനൈസേഷനുമായി നിങ്ങൾ സ്റ്റാർ പ്ലസിലേക്ക് എത്തി. നിങ്ങളുടെ 2 ഓർഗനൈസേഷനുമായി 20 സെയിൽസ് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ സാധിച്ചാൽ, റെനോവിറ്റി ആണെങ്കിൽ 10 വ്യക്തികൾ അവർക്ക് വേണ്ടി പ്രീമിയം പ്ലസ് ആക്ടിവേഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാ 25,000 രൂപ എത്തുന്നു. കമ്പനി റാങ്ക് ബോണസ് നൽകുന്നു. പേൾ പ്ലസിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് 100 സെയിൽസ് മാച്ച് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാ 1 ലക്ഷം രൂപ കമ്പനി റിവാർഡ് പ്രോഗ്രാമായി തരുന്നു. സഫയർ പ്ലസിൽ 5 ലക്ഷം പ്ലസ് 5 ലക്ഷം, ഡയമണ്ട് പ്ലസിൽ 10 ലക്ഷം പ്ലസ് 10 ലക്ഷം, ഡബിൾ ഡയമണ്ടിൽ 25 പ്ലസ് 25 ലക്ഷം, ട്രിപ്പിൾ ഡയമണ്ടിൽ 50 പ്ലസ് 50 ലക്ഷം തുടങ്ങി ഓരോ റാങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും 10 കോടി പ്ലസ് 10 കോടി ഏകദേശം 20 കോടി രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ വലിയ രീതിയിലുള്ള റിവാർഡ് പ്രോഗ്രാമിലൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനിയുടെ പ്രീമിയം പ്ലസ് ആക്ടിവേഷനോട് ചെയ്യുന്നത് കമ്പനി നമ്മൾക്കായി ഇന്ന് ഒരുക്കി തന്നിരിക്കുന്നത്. ഇന്ന് ഈ കമ്പനിയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയ ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനിയുടെ smartshopee.com എന്ന ഓൺലൈൻ ഷോപ്പിംഗ് പോർട്ടലിലെ റോയൽറ്റി ബെനിഫിറ്റ് എന്നുള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഫ്ലിപ്കാർട്ട് ഇന്ന് ഒരു ദിവസം കച്ചവടം എത്രയാണെന്ന് ചോദിച്ചാൽ 1200 കോടിക്ക് മുകളിലാണ്. ആമസോണിന്റെ വ്യക്തി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി വരുന്ന കുറച്ച് നാളുകളിൽ തന്നെ ഏകദേശം പറയുന്ന കണക്കുകൾ 1.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സിലേക്ക് ഇന്ത്യൻ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി 2025 മാറാൻ പോകുന്നതാണ്. സുഹൃത്തെ, ആ ഒരു സമയത്ത് അതിന്റെ ഒരു 10% മാർക്കറ്റോ 20% മാർക്കറ്റോ smartshopee.com ലഭിക്കുകയാണെങ്കിൽ 15,000 കോടിയോ 30,000 കോടിയുടെ ബിസിനസ്സുകൾ എന്ത് ചെയ്യും, ഈ കമ്പനി ഒരു വർഷം നടത്തും. അതിന്റെ ലാഭം എത്രയാണോ, ഒരുപക്ഷെ 1000 കോടിയാകാം, 2000 കോടിയാകാം, 3000 കോടിയാകാം, 4000 കോടിയാകാം. അതിന്റെ 70% ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് കമ്പനിയുടെ പേൾ പ്ലസ് അച്ചീവേഴ്സിന് വേണ്ടിയാണ്. ബാക്കി 30% മാനേജ്മെന്റും 70% നമ്മൾക്കുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി ഈ ഇൻഡസ്ട്രി കമ്പനി എന്ത് ചെയ്യുന്നത് നമുക്ക് വരുമാനമായി ലഭിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ലൈഫിൽ ഒരേ ഒരു തവണ കമ്പനിയുടെ പേൾ പ്ലസ് അച്ചീവർ ആകുക. എവറി ഇയർ നിങ്ങളുടെ പർച്ചേസിൽ ഒരു 3000 രൂപയുടെ പർച്ചേസ് എങ്കിലും മിനിമം സ്മാർട്ട് ഷോപ്പിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100% ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റും. smartshopee.com വിജയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലും വലിയ രീതിയിലുള്ള ഇൻകം എന്ത് ചെയ്യും, നിങ്ങൾക്ക് സ്മാർട്ട് ഷോപ്പിയുടെ റോയൽറ്റി ബെനിഫിറ്റ് ലഭിക്കുന്നു. ഈ 3 ഇൻകം അട്രാക്ഷൻ മാത്രമായിരുന്നു നമ്മൾ ഇത്രയും നാൾ ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ കമ്പനിയുടെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ കമ്പനി ലോഞ്ച് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇൻകം ഓപ്പർച്യൂണിറ്റി ആണ് കമ്പനിയുടെ റീഷോപ്പ് എന്നുള്ള ഒരു വലിയ ഇൻകം ഓപ്പർച്യൂണിറ്റി. റീഷോപ്പ് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ഓരോ റാങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ മാസവും വലിയ രീതിയിലുള്ള ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണ് കമ്പനിയുടെ റീഷോപ്പ് എന്നുള്ളത്. ഇന്ന് നിങ്ങൾ smartwaydirector.com പോവുകയാണെങ്കിൽ റീഷോപ്പ് എന്നൊരു ടാബ് അവിടെ കാണാം. ആ ടാബിൽ ഏകദേശം 50ലധികം പ്രോഡക്റ്റ് ഓൾറെഡി റീഷോപ്പിലേക്ക് കമ്പനി ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. റീഷോപ്പ് എന്നുള്ളത് ആ പേരിൽ തന്നെ ഉണ്ട്, റീഷോപ്പ്, വീണ്ടും വാങ്ങുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും റീഷോപ്പിൽ വാങ്ങാം. കറി പൗഡറുകൾ വാങ്ങാം, വെൽനസ് പ്രോഡക്റ്റുകൾ വാങ്ങാം, ടൂത്ത് പേസ്റ്റും സോപ്പും പോലുള്ള പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങാം. അങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങൾ വാങ്ങുമ്പോൾ, ഓരോ മാസവും വാങ്ങുമ്പോൾ ആ മാസത്തെ റീഷോപ്പ് ടേൺ ഓവറിന്റെ ഏകദേശം 50% തുക കമ്പനി ഡിവൈഡ് ചെയ്യുന്നത് എന്റെയും നിങ്ങളെയും ഉള്ള വ്യക്തികളിലേക്കാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. ഇന്ന് ഈ കമ്പനി ഏകദേശം 5 ലക്ഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ളതിൽ ഏകദേശം ഒരുപാട് വ്യക്തികൾ ഇന്ന് ഓട്ടോമാറ്റിക് റീഷോപ്പിലൂടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 1 കോടി രൂപയുടെ ടേൺ ഓവർ ആണ് ഒരു എക്സാമ്പിൾ കമ്പനി ഇന്ന് ഈ കഴിഞ്ഞ മാസം ക്രിയേറ്റ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ഇനി വരുന്ന മാസങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ 1 കോടി രൂപയിൽ 50 ലക്ഷം രൂപ കമ്പനി എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ് കോസ്റ്റിനും കമ്പനിയുടെ പ്രോഫിറ്റുമായി മാറ്റുകയും ബാക്കി വരുന്ന 50% കമ്പനി എന്ത് ചെയ്യുന്നു, എന്നെയും നിങ്ങളെയുള്ള വ്യക്തികളിലേക്ക് കമ്പനി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിൽ നിങ്ങൾ ഈ കമ്പനിയുടെ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 രൂപയുടെ പ്രോഡക്റ്റിൽ നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള വാങ്ങിക്കഴിഞ്ഞാൽ ടോട്ടൽ ഈ പറഞ്ഞ 50 ലക്ഷത്തിന്റെ 10% 5 ലക്ഷം ഡിവൈഡ് ചെയ്യുന്നത് 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ബിഗിനർക്കും സ്റ്റാറിനുമായാണ്. എത്രയാണോ ആ തുക അത് ഈക്വലി കമ്പനി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾ ഈ കമ്പനി പേൾ പ്ലസോ സഫയർ പ്ലസോ ആണെങ്കിൽ 1500 രൂപയുടെ 2000 രൂപയുടെ സാധനങ്ങൾ നിങ്ങൾ റീഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14% തുകയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കമ്പനി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഓരോ റാങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡയമണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ 6%, സ്വന്തം ടീമിന്റെ 25%, ഡബിൾ ഡയമണ്ട് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 4%, പ്ലസ് മുമ്പ് ഈ ഡയമണ്ട് പ്ലസിനുള്ള 6%. അങ്ങനെ ഓരോ റാങ്കുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്താണ് അവിടെ ഓരോ റാങ്കിൽ മുൻപോട്ട് പോകുമ്പോൾ ലഭിക്കുന്നത്. നിങ്ങളൊരു ഡയമണ്ട് പ്ലസ് എത്തിക്കഴിഞ്ഞാൽ ഡാം ഷുവർ ഗ്യാരണ്ടി റീഷോപ്പ് ഇൻകം എന്നുള്ളത് മിനിമം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നത്. എന്നാൽ ഈ റീഷോപ്പിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഡയമണ്ട് പ്ലസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 3000 രൂപയുടെ സാധനങ്ങൾ റീഷോപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ക്രൈറ്റീരിയ. ഓട്ടോമാറ്റിക്കലി മറ്റു വ്യക്തികൾ പർച്ചേസിന്റെ ടേൺ ഓവർ കൂടി തരുന്നു, കമ്പനി നിങ്ങൾക്ക് തരുന്നു. ലോകത്തിൽ ആദ്യമായി ഒരു കമ്പനി ആ കമ്പനി ടോട്ടൽ ടേൺ ഓവറിന്റെ 50% ബിഗിനർക്ക് പോലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായിട്ടുള്ള പ്ലാനാണ് കമ്പനിയുടെ റീഷോപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി എന്നത് കമ്പനി നമ്മളിലേക്ക് തന്നിരിക്കുന്നത്.
നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 55% തുകയും എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് റീഡിസ്ട്രിബ്യൂട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് കമ്പനിയുടെ റീഷോപ്പ് എന്നുള്ളത്. വ്യക്തമായി റീഷോപ്പിനെ കുറിച്ച് നിങ്ങളെ ഈ ബസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുകളോട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സംസാരിക്കുക. നിങ്ങളൊരു പോൾ പ്ലസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ 100% നിങ്ങളുടെ വീടിന്റെ EMI അല്ലെങ്കിൽ ഒരു കാറിന്റെ EMI ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഷോപ്പിലൂടെ മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി ആ ഒരു രംഗത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് വ്യക്തികൾക്ക് സംശയം തോന്നിയേക്കാം, എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഇൻകം ഈ കമ്പനിക്ക് തരാൻ സാധിക്കുന്നത്? ഇതൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗിന് പാരലായിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു വിപണന രീതി മാത്രമാണ് ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം എന്നുള്ളത്. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് നടക്കുന്നത്? നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പിലേക്ക് പോകുന്നു, പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പ് നടത്തുന്ന ആ ചേട്ടന് നിശ്ചിത ലാഭം ലഭിക്കുന്നു, അതിന് മുകളിലുള്ള ഹോൾസെയിലർക്ക് ലാഭം ലഭിക്കുന്നു, അതിന് മുകളിലുള്ള സൂപ്പർ സ്റ്റോക്കിന് ലാഭം ലഭിക്കുന്നു. അങ്ങനെ മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം നമ്മുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ 7ഓളം ഇടനിലക്കാരുണ്ടായിരിക്കും. 6ഓളം ഇടനിലക്കാരും പരസ്യങ്ങളും അടങ്ങുന്ന 7ഓളം മീഡിയേറ്റേഴ്സ് കഴിഞ്ഞാണ് ഏതൊരു ഉൽപ്പന്നം നമ്മളിലേക്ക് എത്തുന്നത്. പരസ്യത്തിൽ അഭിനയിക്കുന്ന സാധാരണക്കാരെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല, കോടികൾ വരുമാനം മേടിക്കുന്ന സെലിബ്രിറ്റികളാണ് ഇന്ന് പരസ്യത്തിൽ അഭിനയിക്കുന്നത്. ഇതിലേക്കാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് മമ്മൂട്ടി നമ്മളോട് പറഞ്ഞിരുന്നു ഒരു കാലത്ത്. കണ്ണൻ ദേവൻ ചായ, നമ്മൾ ഏറ്റവും ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടുന്നു എന്ന് മോഹൻലാൽ നമ്മളോട് പറയുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ വ്യക്തികളൊക്കെ ഈ ചായ പോലും ഉപയോഗിക്കാറില്ല. 20 വർഷമായിട്ട് ചായ കുടിക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മളോട് പറയുന്നത് ഉയരം കൂടുന്നതും ചായയുടെ മധുരം കൂടുന്നു എന്ന്. എന്റെ ശരീരത്തിന്റെ രഹസ്യം അല്ലെങ്കിൽ എന്റെ മേനിയുടെ രഹസ്യം ലെക്സ് സോപ്പാണെന്ന് സുന്ദരിമാരായ സെലിബ്രിറ്റികൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആകർഷകരാകുന്നു, നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറാകുന്നു. ചിന്തിച്ചു നോക്കുക, ആരുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയത്? നമ്മൾ കഷ്ടപ്പെടുന്ന പണത്തിന്റെ 35% കൊടുത്തത് സെലിബ്രിറ്റികൾക്കാണ്. ബാക്കി 35% ഇടനിലക്കാർക്കാണ്, 30% പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ്. ചിന്തിച്ചു നോക്കുക, എന്താണ് അപ്പോൾ ഡയറക്ട് സെല്ലിംഗ്? വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒരു മാനുഫാക്ചർ ഉണ്ട്, ഇവിടെയും ഒരു കസ്റ്റമർ ഉണ്ട്. മാനുഫാക്ചറിൽ നിന്നും ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നേരിട്ട് കസ്റ്റമേഴ്സ് വഴി വീണ്ടും കസ്റ്റമറിലേക്കാണ്. ഇവിടെ ഇടനിലക്കാരില്ല, പരസ്യങ്ങളില്ല. എന്നിലൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ടീമിലേക്ക് പ്രോഡക്റ്റുകൾ സെയിൽ ആകുന്നതിന്റെ ബെനിഫിറ്റുകൾ എനിക്ക് ലഭിക്കുന്നു. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ടീമിലേക്ക് പ്രോഡക്റ്റിന്റെ സെയിൽസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്കും ബെനിഫിറ്റ് ലഭിക്കുന്നു. റീഷോപ്പിലൂടെ ടോട്ടൽ കസ്റ്റമറിലേക്ക് പോകുന്നതിന്റെ ബെനിഫിറ്റും ചെയ്യുന്നു. നിങ്ങളിലേക്ക് ലഭിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഇൻകം പ്ലാൻ ഉള്ള ഒരു കമ്പനിയാണ് സ്മാർട്ട് ബി എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനി ഇന്ന് മുമ്പോട്ട് വെക്കുന്ന ഈ ആശയം. ഡയറക്ട് സെല്ലിംഗിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോടല്ല അത് ചോദിക്കേണ്ടത്, ഗൂഗിളിനോടാണ് ചോദിക്കേണ്ടത്. ഫ്യൂച്ചർ ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിൽ ഇനി ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കാൻ പോകുന്ന ഒരു രാജ്യമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യ എന്നുള്ളത്. 2025 64,500 കോടിയുടെ ടേൺ ഓവർ ആണ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതിന്റെ ഒരു 10% 6,500 കോടി രൂപയുടെ ബിസിനസ്സുകൾ നാളെ സ്മാർട്ട് പേ എന്ന് പറയുന്ന കമ്പനി നടക്കുമ്പോൾ ആ ബിസിനസിന്റെ 55% തുകയും എന്നെ നീങ്ങുമ്പോഴാണ് വ്യക്തികളുടെ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നാളെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള ഫോർച്യൂൺ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഈ കമ്പനി നമ്മളിലേക്ക് തരുന്നത്. ഡയറക്ട് സെല്ലിംഗിനെ കുറിച്ച് മഹാന്മാരായുള്ള വ്യക്തികൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദരിക്കുന്ന വ്യക്തിയായിട്ടുള്ള അബ്ദുൽ കലാം സാർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പോലും ലോകത്തിൽ ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യം, 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ്. ആ ഡയറക്ട് സെല്ലിംഗിന്റെ ഭാഗമായി ഏതൊരു യുവാക്കളും യുവതികളും എന്ത് ചെയ്യണം, അതിന്റെ ഭാഗമാകണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ യുവത്വത്തിന്റെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലെ വ്യക്തി പോലും ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റ് ആണ്. സ്വന്തമായ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുള്ള വ്യക്തിയാണ് ദ ട്രംപ് നെറ്റ്വർക്ക് എന്നുള്ള പേരിൽ. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന വ്യക്തിയായിട്ടുള്ള ബിൽ ഗേറ്റ്സിനോട് ഒരിക്കൽ ചോദിക്കുണ്ടായി, ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നാൽ ഏത് ഇൻഡസ്ട്രി നിങ്ങൾ ചൂസ് ചെയ്യാൻ ചോദിച്ചപ്പം ഒരു നിമിഷം പോലും മടിക്കാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനി ഒരിക്കൽ കൂടി 0ത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നാൽ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിരിക്കുന്നതാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇനി ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ എക്കണോമിക് ഡ്രൈവുകളൊന്നായി മാറാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നും നമ്മളെ വ്യക്തമായി നിന്നു നിതി ആയോഗ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ആയിട്ടുള്ള നിതി ആയോഗ് ഡിപ്പാർട്ട്മെന്റ് സിഇഒ ആയിട്ടുള്ള അമിതാഭ് കാന്തിനെ പോലുള്ള വ്യക്തികൾ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ഇനി ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പ്രൊഫഷൻ ആയിരിക്കണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നും എല്ലാ വ്യക്തികളും ഡയറക്ട് സെല്ലിംഗ് ഭാഗമായി നിന്നുകൊണ്ട് നാളെ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ അതൊരു ചുക്കാൻ പിടിക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ മാറ്റണമെന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ സ്പീച്ചുകളിൽ നിന്നും വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. സുഹൃത്തെ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടാലും ഇൻഡസ്ട്രിയെ കുറിച്ചും ഈ കമ്പനിയെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും ഞാൻ വാദോരാ സംസാരിച്ചാലും നിങ്ങൾ എത്രത്തോളം ഇത് കേട്ടിരുന്നാലും നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഏതൊരു കണ്ടീഷൻ ആയിക്കോട്ടെ, ആ കണ്ടീഷനിലല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. ഇന്നലകളിൽ നമ്മളെടുത്ത തീരുമാനമാണ് ഇന്നത്തെ നമ്മളാക്കിയെങ്കിൽ നാളുകളിൽ നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. അങ്ങനെ നല്ലൊരു തീരുമാനം നിങ്ങൾ എടുക്കാനും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാനും ത്രൂ സ്മാർട്ട് വേ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും അതിനുവേണ്ടി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും ഇത്രയും നേരം എന്റെ ഒരു പ്രസന്റേഷൻ കേട്ടിരുന്ന എല്ലാ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി മനസ്സിൽ നിന്നുള്ള നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഒരു പ്രസന്റേഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദിസ് ഇസ് ഗോപൻ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.
താങ്ക് യു സോ മച്ച് ഗോപൻ സാർ. ഏതൊരു സാധാരണക്കാരനും വളരെ വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ ഇന്ന് ഈ അവസരം നമ്മളിലേക്ക് എത്തിച്ചെന്ന ഗോപൻ സാറിന് എന്റെ ഹൃദയത്തിന്റെ വശം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഒരു അവസരം പുതുതായി കേട്ട വ്യക്തികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കുണ്ടായ സംശയങ്ങൾ നിങ്ങളെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ബന്ധുവിനോടോ സുഹൃത്തിനോടോ വിമർശനപരമായി തന്നെ പഠിച്ച് ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കാൻ ജഗദീശ്വരൻ ഞങ്ങളെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും എന്റെ ഈ സ്കൈ കേസിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സൈനിങ് ഓഫ് രേഷ്മ.